Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. ഹലോ Hi, Paru. How are you? ഹായ് ഐ എം ഗുഡ് സർ. Okay. നമ്മുടെ പുതിയ ഫോർമാറ്റിനെ പറ്റി ഭയങ്കര അഭിപ്രായങ്ങളാണ് പുറത്ത്. അരെ വാ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരെല്ലാരും ആ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ പ്രേക്ഷകരും കയറി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. Yes. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ടീമിനെ ഒന്ന് വെൽക്കം ചെയ്യാം. തീർച്ചയായും. ഓക്കെ, അപ്പോ ഫസ്റ്റ് വെൽക്കം UGS Gold Loan Mystic Ragas. ഹായ്, വെൽക്കം. ആൻഡ് ഈസ്റ്റേൺ മാജിക് ബീറ്റ്സ്. അരെ വാ. ഓ ഷാനിക്കയുടെ സാധനം ഇറക്കി പിള്ളേര്. എന്താ ചെയ്യാ, ഇതാണ് ഞാൻ എന്റെ പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റുന്ന്. ഓക്കെ ജഡ്ജസ്, നമുക്ക് കഴിഞ്ഞ എപ്പിസോഡുകളുടെ ബാക്കി മൈ മാസ്റ്റേഴ്സ് റൗണ്ട് ബാക്കി നിൽക്കാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് തന്നെ മാജിക് ബീച്ചിൽ നിന്ന് ഇറക്കാം. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം സ്നേഹ. കാറ്റോട് കുഴലിൻ
വെരി നൈസ് വെരി ഗുഡ്. സ്നേഹ ബ്യൂട്ടിഫുൾ. മൈ മാസ്റ്റേഴ്സ് റൗണ്ടിൽ സ്നേഹ ആരെയാണ് സെലക്ട് ചെയ്തത്? നമ്മുടെ രാജാ സർ. എന്താണ് രാജാ സർ? അല്ല എന്താണെന്ന് ചോദിക്കുന്നില്ല. കുറെ പാട്ടുകളുണ്ടല്ലോ, കൺഫ്യൂഷൻ ആയിട്ടുണ്ടല്ലോ ഒബ്വിയസ്ലി ഏത് പാട്ട് ചൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് കറക്റ്റ് ഈ പാട്ടിലെത്തിയത്? കൊറേ മെലഡി കിങ് അല്ലേ ഇളയരാജാ സാർ എന്ന് പറഞ്ഞ. പക്ഷെ എനിക്ക് ഡിഫറെന്റ് ആയിട്ടൊരു സെമി ക്ലാസിക്കൽ ഒരു സോങ് പാടണം എന്നുണ്ടായിരുന്നു. അപ്പോൾ സെമി ക്ലാസിക്കൽ പാടി. ചോദിക്കാം നമുക്ക്. ശരത് സർ. സ്നേഹേ, സർ സുഖമാണോ? സുഖമാ സർ. സുഖമാണ് സർ. ഓക്കെ, സുഖമായിട്ടിരിക്കട്ടെ. നമ്മൾ ആ എയർപോർട്ടിൽ വെച്ച് കണ്ട കാര്യം പറയണോ ഇവിടെ? വേണ്ട സർ. എന്നാ പറഞ്ഞു. അതാണ് എന്തോ 2000 രൂപയുടെ നഷ്ടം വരുത്തി വെച്ചത്. പൈസ അല്ലേ? എനിക്കറിയണോ സാർ? നിനക്ക് SMS ചെയ്താൽ മതിയോ? ആ മതി സാർ. ഇല്ല, ഞാൻ അന്ന് കുറച്ച് നേരം, ഞാൻ എപ്പോഴും എയർപോർട്ടിൽ പോകുമ്പോൾ കുറച്ചൊരു മുമ്പേ പോകും. അതെ. അവിടെ നിന്ന് ബോറടിച്ചേ ഫ്ലൈറ്റിൽ കയറത്തുള്ളൂ. എങ്കിലും എനിക്കൊരു സുഖമുള്ളൂ. ഞാൻ അവിടെ ഈ സാധാരണ ജനമധ്യത്തിൽ പോയി ഞാൻ നിൽക്കാറുമില്ല. ഒരു കോർണറിൽ നിന്നപ്പോൾ ഒരാളൊന്ന് പുറകെ ഹലോ തട്ട്. അപ്പോൾ ആരടാ ഇത് എന്നെ ഇങ്ങനെ തട്ടുന്നത്? തിരിഞ്ഞ് നോക്കിയപ്പോൾ ഇത് സ്നേഹമേ അമ്മയും. എനിക്ക് ഇതിനെ ഇവിടെയൊക്കെ ഈ കാണുന്ന പോലെ അല്ലല്ലോ വേറൊരു സ്ഥലത്ത് കാണുമ്പോൾ ഒരു അൾട്രാ മോഡേൺ വേഷം വിട്ട് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായതുമില്ല ഇത് ആരാന്ന്. എന്നാൽ ഓർമ്മയും വരുന്നുണ്ട് ചെറിയ തോതിൽ എവിടെയാണ്. പിന്നെ മനസ്സിലായി. എന്ത് ചെയ്യുന്നു, നമുക്ക് കഴിച്ചാലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെന്താ, എനിക്കൊരു കാപ്പി കുടിക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു ഒരു ഷോപ്പ് കണ്ടുപിടിച്ച് ഇവിടെ തന്നെ കാണിച്ചു തന്നെ ഇവിടെ ആയിരിക്കും നല്ലതെന്ന്. ഏറ്റവും റേറ്റ് കൂടിയ ഒരു ഷോപ്പിൽ കൊണ്ട് കയറ്റി. അപ്പോൾ അവിടുത്തെ മട്ടൺ ആകെ ഉള്ള ഇത്രേ ഉള്ള ഇവിടെ ഉള്ളൂ. ഒരു കാൽ മട്ടൺ കറി മതി ഇതിന്. 2 എണ്ണം മട്ടൺ കറി. അത് കഴിച്ചതുമില്ല. എന്നെ കൊണ്ട് ചെലവാക്കിയാണ്. അതേ ഉള്ളൂ അവിടെ ലക്ഷ്യം. അതാണ് രാവിലത്തെ കാര്യമാണോ? രാവിലത്തെ ഫ്ലൈറ്റിൽ കയറുന്ന രാവിലെ തന്നെ മട്ടൻ കറി. ദോശയും മട്ടൺ കറിയും മറ്റേ ഞാനൊന്നും എനിക്കൊന്നും കഴിക്കാനും പറ്റില്ല. കാര്യം പൈസ പോയതുകൊണ്ടേ. പൈസ പോയതുകൊണ്ട് എന്താ സ്നേഹയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് നമുക്ക് ചോദിക്കാം. പറയേ സ്നേഹ, സത്യത്തിൽ എന്താ ഉണ്ടായത്? അതെ, ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ സാറ് എന്നെ പിടിച്ചു വലിച്ചു. അപ്പൊ എന്താ ഫസ്റ്റ് അല്ല, ആദ്യം എനിക്ക് മനസ്സിലായി. ഇവിടെ ഞാൻ ഒരു വലിയ പേടിച്ച് പേടിച്ചു പോയി. എന്നിട്ട് ഇനി നമുക്ക് സത്യമായ കഥ കേൾക്കാം. ബാക്കി പറഞ്ഞു. എന്നിട്ട് ചായ കുടിച്ചോ എന്ന് ചോദിച്ചു സാറ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല. അപ്പൊ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും കൂടെ പോയി. സാറ് തന്നെ സെലക്ട് ചെയ്ത ഒരു റെസ്റ്റോറന്റ്. അവിടെ പോയി സാറ് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോ എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ സാറ് തന്നെ പറഞ്ഞു മട്ടൻ കറി ആയാലോ. മട്ടൻ റോസ്റ്റ് വേണം, മട്ടൻ കറി വേണം. ഞാൻ പറഞ്ഞു ഏതായാലും മതി. അപ്പൊ മട്ടൻ കറി വാങ്ങിച്ചു. ഒരെണ്ണം അല്ലേ? വാ തുറന്നാൽ പച്ച കള്ളം പറയുന്ന ഈ മനുഷ്യൻ. അല്ല, ഞാൻ ചുമ്മാ ഒന്ന് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞു. പക്ഷെ അത് സന്തോഷമായിരുന്നു കണ്ടതിലല്ലേ. ഇത് രാവിലെ ആയിരുന്നു അല്ലേ? രാവിലെ. ഉച്ചയ്ക്കോ രാത്രിയോ ആയിരുന്നെങ്കിൽ ടേബിൾ നിറഞ്ഞേനെ. സമ്മതിച്ചായിരുന്നു. കൊച്ചുവെളുപ്പം കാലത്തൊക്കെ മട്ടൻ കറി. അല്ല, കൊച്ചുവെളുപ്പം കാലം അല്ല, ഒരു 11 മണി എന്തോ ആയെന്ന് തോന്നുന്നല്ലേ. അല്ല, അതിനൊക്കെ ഏറ്റവും കോമഡി അതല്ല. സ്നേഹയുടെ അമ്മ ഇവിടെ ഇരുന്നിട്ട് ഈ ഞങ്ങള് ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുന്നതിന്റെ എനിക്ക് ഇങ്ങനെയൊക്കെ ഫോട്ടോ ഇരിക്കുന്ന മഹാബോറായതുകൊണ്ട് ഞാൻ അല്ല, ആ ഫോട്ടോ എടുപ്പ് നടക്കുക കുറേ നേരം കൊണ്ടാണ്ടൊക്കെ ഞെക്കുന്ന അടിക്കുന്ന കഴിഞ്ഞു പിന്നെ കുറച്ച് വെളിയിൽ നിന്നപ്പോ അയ്യോ അതെ സാറേ ഇത് മുഴുവൻ സെൽഫി ആയിപ്പോയെന്ന്. സ്നേഹയാണ് അമ്മയുടെ തന്നെ കുറെ ചിരിക്കുന്നു. പടം എടുത്ത് വെച്ച് അതിന് ഞങ്ങൾ പോസും ചെയ്തു ഫോട്ടോ. സാധാരണ സാറിന്റെ കൂടെ ഫുഡ് കഴിക്കാൻ പോയ ഇങ്ങനെയൊന്നും അല്ല. ആ മെനു മൊത്തം വാങ്ങിച്ച് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വെക്കും. ലാസ്റ്റ് ഒന്നും കഴിക്കാൻ പറ്റാണ്ടാവും. അത് കേട്ട് സന്തോഷം സ്നേഹ കണ്ടതിൽ കേട്ടോ. ഇനി നമുക്ക് പാട്ടിലേക്ക് വരാം. ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞേ കേക്കട്ടെ. മ്യൂസിക് ചെയ്തിരിക്കുന്നത് രാജാ സർ, ഇളയരാജാ സർ. എഴുതിയിരിക്കുന്നത് പുലമൈ പിത്തൻ സർ. സിംഗർ ചിത്രാമ്മ. മൂവി കോടൈമഴ. നല്ല പാട്ടാണ്, ഉഗ്രം പാട്ട്. പിന്നെ അദ്ദേഹം ചെയ്താൽ പിന്നെ ഇങ്ങനെയൊക്കെ അല്ലേ ഇരിക്കത്തുള്ളൂ
അല്ല, എനിക്ക് നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യാനുള്ള ഇൻ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വൈദേഹിരാമൻ എന്ന് പറഞ്ഞ് പകൽ നിലവം എന്നുള്ള സിനിമയിൽ, അതുപോലെ ആ ഫിലിമിൻ്റെ പേര് വേദം നീ ഇനിയനാദം നീ ദാസേട്ടൻ പാടിയത്, അതൊക്കെ നല്ല അസാധ്യ കോമ്പസിഷൻ. അതൊക്കെ എടുത്തുകൊണ്ട് പാടണം കേട്ടോ. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് ആലാപ്പിൻ്റെ അവസാനത്ത് ഒന്ന് പാടി നിർത്താമോ കൃത്യമായിട്ട്? ആ, അതൊന്ന് വരൂ, സമാധാനമായിട്ട് വരൂ. ആ, അതങ്ങ് ബദ്ധ നിൽക്കുക. അത് മറ്റേ നിലാവത്ത് കോഴി അഴിച്ച് വിട്ട ലക്ഷണമല്ല വരേണ്ടത്, ഒരു തെളിച്ചമാണ് വേണ്ടത് കേട്ടോ സ്നേഹ. എപ്പോഴും പാടുമ്പോൾ അത് ആ കോൺഫിഡൻസ്, ചിലപ്പോൾ തെറ്റിപ്പോകാൻ പാടും, എന്നാലും കുഴപ്പമില്ല. പക്ഷെ കോൺഫിഡൻസ് ഉണ്ട് നമ്മൾ പാടുന്നത്. നമ്മുടെ തൊണ്ട ചിലപ്പോൾ ശരിയായില്ലെങ്കിൽ അത് വരത്തില്ല. പക്ഷെ ഈ പാടി വരുമ്പോൾ മുഖത്തൊരു ചോദ്യചിഹ്നം എനിക്ക് കാണാൻ പറ്റും, കൺഫ്യൂഷനിലായി ഇത് പാടി വരുന്നതെന്ന് കേട്ടോ. അപ്പം അത് വേണ്ട. പിന്നെ ഈ കാട്ടോട് കുഴലിൻ നമുക്കൊന്ന് പക്ക ആക്കിയാലോ? ആ, കുഴലിൻ ആ നോട്ടിൻ്റെ ഒരു ക്ലാരി, ഇത് നീനമേ നീനേ കുഴലും കൂടെ, കുഴലിൻ. ആ, അതെപ്പോഴും അത് നോക്കണം. ആ, പിടിക്കരുത്. ആ, കൂളായിട്ട് പാടുക കേട്ടോ. അത് അറിയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ നന്നായിട്ട് നല്ല ശ്രുതിശുദ്ധമായിട്ട് പാടി കേട്ടോ സ്നേഹ. ആ മട്ടൻ കറി വേസ്റ്റ് ആയില്ല. അതിൽ എന്ത് എഴുതി വെച്ചെന്ന് എന്താണ് വണ്ടാടും, അതൊന്ന് പാടാമോ? വണ്ടാടും മലരുന്തൻ മലരുന്തൻ മലരുന്തൻ. ആ, അതിനൊരു അങ്ങനൊരു ശക്തിയില്ല. മലരുന്തൻ. ആ, നൈസ് 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 നൈസ്, വെരി ഗുഡ്. വണ്ടാടും അരവി, എന്താണത്? ആ, മരവല്ല, വണ്ടാടും അരവിന്ദ. ആ, പാദങ്ങൾ പാദങ്ങൾ വേറെ. ആ, സോറി പാദമൊന്ന് പാടാമോ? ആ, പാദങ്ങൾ ജതിയില്ല, അത് ആ നോട്ട് നോക്ക്. ആ, ഓസിലേഷൻസ് ഒക്കെ നോക്കിക്കോളൂ. അത്രേ ഉള്ളൂ. വളരെ മനോഹരമായിട്ട് പാടി സ്നേഹ. ഇതൊക്കെ ഒന്ന് നമുക്ക് അറിയാവുന്നതാണ്. അത് ഉഴപ്പ് കൊണ്ട് അത് കൃത്യമാക്കാത്തതാണ്. രണ്ടടി അങ്ങ് തന്നാൽ ശരിയാവുന്നതേ ഉള്ളൂ കേട്ടോ സ്നേഹ. നന്നായിട്ട് പാടി എനിക്ക് കുറേ ഇഷ്ടമായി. കാര്യം അത് ഒരു ശ്രുതിശുദ്ധമായിട്ട് പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചേച്ചി, അങ്ങനെ മാജിക് ബീറ്റ്സിലെ സ്നേഹ കിഡിലായിരുന്നു ഡാർലിംഗ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്നേഹയുടെ അല്ലെങ്കിലും എനിക്ക് മോളുടെ വോയിസ് വളരെ അധികം ഇഷ്ടമാണ്. അതിൽ ഈ ഒരു പാട്ട് വളരെ ഭംഗിയായിട്ട് പാടി, ശ്രുതിശുദ്ധമായിട്ട് പാടി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് അമ്മയുടെ ഏത് സാരി? ഇത് സാരിയല്ല, ഇത് റെഡിമെയ്ഡാണ്. ആ, റെഡിമെയ്ഡാണോ? നല്ല സാരി വീട്ടിൽ ഞാൻ വിചാരിച്ചു അങ്ങനെ സാരി ആവാൻ വഴിയില്ലല്ലോ, കാരണം രണ്ട് വ്യത്യസ്തമായിരിക്കുന്നു. കാരണം അമ്മയാണല്ലോ. അമ്മ ഇപ്പൊ സാരി ഉടുക്കാറുണ്ടോ? ചുരിദാറിലേക്ക് മാറിയോ? ചുരിദാറായി. അമ്മയ്ക്ക് സാരി ഇല്ലല്ലോ. ഒക്കെ തീർന്നു അല്ലേ? കഴിഞ്ഞു. എന്തായാലും നല്ല ക്യൂട്ട് ശബ്ദത്തില് മനോഹരമായിട്ട് പാടി. ഏതാ രാഗം അറിയോ? സിംഹേന്ദ്ര മധ്യമ. ഇതില് വേറെ ഏതെങ്കിലും പാട്ടുകൾ അറിയോ? ആനന്ദരാഗം, രാജാസ്, താലാട്ടും പൂങ്കാറ്റ് എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഗുഡ് ഗേൾ. ഗുഡ്. ഫാന്റാസ്റ്റിക് സെലക്ഷൻ പാട്ടിന്റെ. എന്തായാലും നന്നാവട്ടെ. മോളുടെ ശബ്ദം ഇതുപോലെ തന്നെ ഉണ്ടാവട്ടെ, ഭംഗിയായിട്ട് പാടാൻ സാധിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഡാർലിംഗ്. താങ്ക് യു ചേച്ചി. MG സർ. സ്നേഹ സർ, അസലായിട്ട് പാടി കേട്ടോ. ഞാൻ ഈ പാട്ട് കേട്ടോണ്ടിരുന്നപ്പോ എല്ലാം ഞാന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് രാജാ സാറിന്റെ ഒരു മോഹമുൾ എന്നുള്ളൊരു തമിഴ് ഫിലിമിൽ പാട്ട് പാടിയായിരുന്നു. അത് ഞാൻ ആലോചിക്കായിരുന്നു, ഈ സിംഹേന്ദ്ര മധ്യമമാണോ? എനിക്കൊരു സംശയം. ഇതേ സെയിം അല്ലേ? അതായത്
വാരായോ കൺ തിറന്ന് താരിരരി വാരായോ കൺ തിറന്ന്. അപ്പൊ ഞാനിങ്ങനെ അണ്ണാച്ചിടത്ത് ചോദിച്ചു, അണ്ണാച്ചി ഇത് വരുമ്പോഴത്തേക്ക് ഒരു നിഷാദത്തിന്റെ ഒരു മാറ്റം. അപ്പോഴാണ് മനസ്സിലായത് ആ പാട്ട് ഷൺമുഖപ്രിയ. ഷൺമുഖപ്രിയ. ഒരു ചെറിയൊരു നീ മാറിയപ്പോഴത്തേക്ക് അതിന്റെ വ്യത്യാസം വരുന്നു. അത് അപാരമല്ലേ സാർ, ആ ഒരു നിഷാദത്തിൽ അതൊരു ഭീകര ചേഞ്ചാണ്. മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് അത്. ആക്ച്വലി അന്ന് അത് ആ സിനിമ നാഷണൽ അവാർഡിന് പോയി. എനിക്ക് നാഷണൽ അവാർഡിന്റെ ഒക്കെ എന്താണ് ആ ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്നു എന്റെ പേരൊക്കെ. വർഷങ്ങൾക്ക് മുമ്പാണ്. മോഹമുൾ പാട്ടാണ് കേട്ടോ. ഒരു ദിവസം ഞാൻ ഇവിടെ പാടാൻ ഞാൻ ഡെഫിനറ്റ്ലി നല്ല ഫിലിമായിരുന്നു. അപ്പൊ എന്തായാലും മോള് നന്നായിട്ട് പാടി കേട്ടോ. ഇപ്പൊ അണ്ണാച്ചി പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഇപ്പൊ ഈ ചില ഗമകങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്യാതെ പാടാൻ നോക്കിയാൽ മതി. അത് ഞാൻ ആദ്യം തൊട്ടേ ഞാൻ സ്നേഹയെ കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പം ആരേ ആരേ എന്നൊക്കെ ഉള്ളത് നാക്കാതെ അത് നല്ല ഒഴുക്കിന് പാടിക്കഴിഞ്ഞാൽ യു ആർ എ വെരി ഗുഡ് സിംഗർ. അപ്പോൾ നല്ല സൗണ്ടാണ്, യുണീക്ക് സൗണ്ടാണ്. അപ്പോൾ അങ്ങനെ പാടിയത് നന്നായിരിക്കും കേട്ടോ. എനിക്കിവിടെ തോന്നിയത് ഈ പാദങ്ങൾ അവിടെ ആ ഒരു ചെറിയൊരു പ്രശ്നം എനിക്ക് തോന്നി. അതിങ്ങനെ പെറുക്കി വെച്ച് പാടുന്നല്ലോ, പക്ഷെ അത് റിപ്പീറ്റേഷനിലില്ലേ, ആ റീപ്പിറ്റേഷനിൽ കറക്റ്റായിട്ട് പാടുകയും ചെയ്തു. അപ്പം ബാക്കിയെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം വേറൊന്നുമല്ല, എസ്പെഷ്യലി മോടെ പാട്ടും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഓർക്കസ്ട്രയും നമ്മുടെ മൃദംഗവും റിതം സെക്ഷൻസും അവിടെ എല്ലാം വയലിൻസും എല്ലാം ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ല സപ്പോർട്ടായിരുന്നു. അവരെല്ലാവരും നല്ല രീതിയിൽ വായിച്ചു തന്നു. അവർ നന്നായിട്ട് വായിച്ചാലേ മോക്ക് പാടാൻ പറ്റത്തുള്ളൂ. ടോട്ടലി കേൾക്കാൻ മനോഹരമായിരുന്നു കേട്ടോ. നല്ല സെലക്ഷൻ. താങ്ക് യു സർ. ഗോഡ് ബ്ലസ്. താങ്ക് യു സർ. ക്യാപ്റ്റൻ, ഓ ഗമ വീണ്ടും കൂടി കേട്ടോ. എന്താ ഷാനിക്കയുടെ ടീമിൽ നിന്ന് ഒരു കുട്ടി പാടിയിരിക്കുന്നു. അയിന് സ്നേഹ, സർ. ഐ ആം പ്രൗഡ് ഓഫ് യു മോളെ. താങ്ക് യു സർ. ഞാൻ ആലോചിക്കുന്നത് സ്നേഹയുടെ ഇംപ്രൂവ്മെന്റ് ആണ്. ഭയങ്കര ഇംപ്രൂവ്മെന്റ് ആണ് സ്നേഹ, ഒരു രക്ഷയില്ല. താങ്ക് യു സർ. പിന്നെ എനിക്ക് ഫീൽ ചെയ്തത് ഈ പറഞ്ഞ പോലെ പ്ലാൻസ് നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ അത് ഏത് നോട്ടിലാണോ എൻഡ് എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഇപ്പം ആ പ്ലാൻസിൻ്റെ ഡ്രോപ്പ് വന്ന സമയത്ത് അത് അവസാനം ഏത് നോട്ടിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി. ഏതാണെന്ന് നമ്മുടെ തലയിലുണ്ട്, പക്ഷെ നമ്മുടെ ചെവിയിലേക്ക് അത് എത്തിയില്ല. അത് മാത്രം അങ്ങനെയുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. ബാക്കി അതർവൈസ് ശ്രുതി വൈസ് ഒക്കെ നല്ല സുഖത്തിൽ തന്നെ സ്നേഹ കോൺഫിഡൻസോട് കൂടി പാടി കേട്ടോ സ്നേഹ. അത് വെരി ഗുഡ്. ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. അഗൈൻ ഐ എം പ്രൗഡ് ഓഫ് യു. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് വെക്കാം. എം ജി സർ. ഞാൻ അണ്ണാച്ചിയുടെ ഭാഷ പറഞ്ഞ അള്ളിക്കൊടുക്കും. അയ്യോ, പൂച്ചയോ? തമിഴിൽ എന്താണ് പറയുന്നത്? അള്ളി കൊടുക്കും. അതാ പറഞ്ഞേ. അങ്ങനെ ഞാൻ ഇങ്ങനെ അങ്ങ് പോവും. അതായത് ഇപ്പൊ 9.1, 9.2, 9.3, മതി മതി അണ്ണ. 9.4. മതി. അതെയോ? പറ മതി മതി മതി. പാറു, നിനക്കെന്തോ 9.4, 9.4, 5. താങ്ക് യു സർ. അവിടുന്ന് ഒരാൾ പോണോടത്തോളം പോട്ടേന്ന്. നന്നായിട്ട് പാടി കേട്ടോ മോളെ. ഇല്ല ചുമ്മാ ഒന്നും തരത്തില്ല. അതെ, സൂപ്പർ. 9.5. ശരത് സർ. എന്തോ അള്ളു സാർ. അള്ളിക്കൊടു സാർ. ഞാൻ അള്ളത്തതേ ഇല്ല. ഇതയത്തെ അള്ളിക്കൊടു സാർ. ഇതേത്തെ വേണം അള്ളി കൊടുക്കാം, മാർക്ക് കൊടുക്കത്തില്ല ഞാൻ. സ്നേഹേ, ആരോഹണം സിംഹേന്ദ്ര മധ്യമവും അവിടുന്ന് ഇങ്ങോട്ട് അവരോഹണത്തിൽ ഷൺമുഖപ്രിയ ഒന്ന് പാടിക്കേ. അറിയാം, ഈസിയായിട്ട് പാടുന്നു. എനിക്ക് അറിയാവുന്നതുകൊണ്ടാ ഞാൻ പറയുന്നത്. ആരോഹണം സിംഹേന്ദ്ര മധ്യമം, തിരിച്ചു വരുമ്പോ ഷൺമുഖപ്രിയ. ചെറിയ വ്യത്യാസം. സരി സരി ഗ മ പദ നീ സാ സാ നീ സാ നീ ദ സാ നീ ദ പ മ ഗ രി സാ. വെരി ഗുഡ്. അത് കൃത്യമായിട്ടങ്ങ് വരിക. നമുക്ക് ഡൗട്ട്, ഞാനതാ പറഞ്ഞു, ഡൗട്ട് വരരുത്. നമ്മൾ ഒരു സംഭവം ചെയ്യുമ്പോൾ അങ്ങ് വെച്ചാലൊക്കെ
സരിഗമപധനി സന്നിധമയ സനി സനി സദ സദ സപ സമ സമ. മതിയോ? മതിയോ? അപ്പൊ അതിനുള്ള മാർക്കാ തരത്തോളൂ ഞാൻ. കാര്യം എന്നെ ഇങ്ങോട്ട് താഴെ പാടാൻ സമ്മതിച്ചില്ല നീ. എന്തൊക്കെയാ നോക്കി, ക്രൂരൻ. എന്തൊക്കെ പൊട്ട ന്യായങ്ങളാ ഇവിടെ നിൽക്കുന്നത്. ശരി, എന്നാ ഞാൻ എന്റെ മാർക്ക് പറയാം. 8.5. അജ്മാരിയാണ് കുറച്ചുകൂടെ അള്ളാന്ന്. ഞാൻ അള്ളിത്തരിക. ആ എന്റെ മട്ടൺ കറി, എന്റെ പൈസ, എന്റെ പൈസ. സ്നേഹ 9.3 മാർക്സ്. താങ്ക് യു സർ. ചേച്ചി അങ്ങനെയാണെങ്കിൽ സ്നേഹയ്ക്കുള്ള മാർക്ക് ഞാൻ Zero എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കേ. പക്ഷേ നേരെ തിരിച്ചൊന്ന് പാടിക്കേ. ഷൺമുഖപ്രായിൽ ആരോഹണവും സിംഹേന്ദ്ര മധ്യമത്തിൽ അവരോഹണവും പാടിക്കേ. സരിഗമപധനി സനിധപ മഗരി സാ. ഇതാ പിടിച്ചോ മാർക്ക്. ഗുഡ് 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 ഗുഡ്. അങ്ങനെ മാജിക് ബീറ്റ്സിൽ നിന്നും സ്നേഹ നേടിയിരിക്കുന്നു 18.8. സൂപ്പർ. ഓക്കേടാ. ഗുഡ് ഗുഡ്. ഗുഡ് ഗുഡ്. സൂപ്പർ സ്റ്റാർ. വെൽക്കം ബാക്ക് ടു അമൃത് വേണി ലൈഫ് കിഡ് സൂപ്പർ സ്റ്റാർ സീനിയർ, പവർഡ് ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് UGS ഗോൾഡ് ലോൺ ആൻഡ് ഈസ്റ്റേൺ. അങ്ങനെ മൈ മാസ്റ്റേഴ്സ് റൗണ്ടിൽ മാജിക് ബീറ്റ്സിൽ നിന്നും സ്നേഹ വന്ന സ്ഥിതിക്ക് നമുക്ക് മിസ്റ്റിക് രാഗാസിൽ നിന്നും ശിവനന്ദ ഇറക്കാം. ഓക്കെ, ശിവനന്ദ. വെൽക്കം ശിവനന്ദ. തരുമോ അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു
ഗുഡ് ഗുഡ്. ശിവനന്ദ, ആദ്യം തന്നെ വലിയ കയ്യടി. ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. ജയചന്ദ്രൻ സാറിന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സോങ് നമ്മുടെ എല്ലാവരുടെയും അല്ലേ? എന്താണ് ഈ പാട്ട് ചൂസ് ചെയ്തത്? ഈ സോങ് കുറെ ഇഷ്ടമാണ്, അതുകൊണ്ട് സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോ സിമ്പിൾ ഉത്തരം. നമ്മൾ ചോദിച്ച ആളിനെ തന്നെ നമ്മൾ സ്വയം അടിക്കേണ്ടി വരും. ആ വിധത്തിലൊരു ചോദ്യം. ഒരുപാട് പാട്ടുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു? എനിക്ക് ഇഷ്ടമാണത്. That's it. അത്രേ ഉള്ളൂ. യാ, താങ്ക് യു സോ മച്ച്. നമുക്ക് ചോദിച്ചു നോക്കാം. MG സർ. മോളെ, സാർ ഈ പാട്ട് എനിക്കിഷ്ടമാണ്. കാരണം ഇതിന്റെ രചനയും ഇതിന്റെ സംഗീതവും എല്ലാം മൊത്തത്തിൽ ദാസേട്ടൻ പാടിയതും അതെല്ലാം കൂടെ ചേർന്നിട്ട് ഇതിന്റെ സിനിമ മാടമ്പി അല്ലേ? അപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. അപ്പോൾ കുട്ടൻ്റെ ഒരു പാട്ടാണ്. ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് ഒരു M ജയചന്ദ്രൻ്റെ ഒരു അടിപൊളി പാട്ട് പാടി, വിജയ് തമ്പി സാറിൻ്റെ പടത്തിൽ. ഹരിനാരായൺ ആണ് എഴുതിയത്. മനോഹരമായിട്ടുള്ളൊരു പാട്ട്, അത് സൂപ്പർ ഹിറ്റ് സോങ് ആണ്. അപ്പോൾ എന്തായാലും ഈ പാട്ട് നമ്മൾ അറിയാത്തതും കേൾക്കാത്തതുമായിട്ട് മലയാളികളില്ല. കാരണം അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ്. മോൾ ഈ പാട്ട് പാടിയതിനകത്ത് എനിക്ക് തോന്നിയത് കുറച്ച് വലിച്ചിലാണ്. കുറേ പോർഷൻസ് നന്നായിട്ട് പാടിയിട്ടുണ്ട്, നല്ല അറ്റംപ്റ്റാണ്. കുറച്ച് വലിഞ്ഞു പോയോ എന്നെനിക്ക് തോന്നുന്നു. അത് അമ്മ മഴക്കാറിന് താരര അതിനകത്ത് നിൽക്കണം. മോള് ദരരാരരി അങ്ങനെ കുറച്ച് വലിക്കും. എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ പാട്ടിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഫീല് നഷ്ടപ്പെടുകയാണ്. പിന്നെ ഒറ്റ ശ്വാസത്തിൽ പാടേണ്ടതെല്ലാം 2-3 കട്ട് പീസായിട്ട് പാടുന്നു. അതിൻ്റെ ബ്യൂട്ടി അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. മനസ്സിലായോ? അതുപോലെ കന്നിവെയിൽ പാടത്ത് അവിടെ ശ്രുതി കുറച്ച് പ്രശ്നമായിരുന്നു. ആ മൺകൂടിൽ ഒന്ന് പാടാവോ? അമ്മ മഴക്കാരന് പല്ലവി തന്നെ. 2, 3, 4. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. അത് ഈ നനഞ്ഞ് അതെന്തിനാണ് രണ്ടാക്കുന്നത്? കണ്ണീരിൽ ഞാൻ നനഞ്ഞു. അതുമല്ല എൻ്റെ ബ്യൂട്ടി. അങ്ങനെ പാടിക്കും. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, കണ്ണിറഞ്ഞു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. അവിടെ വലിയുന്നുണ്ട്. ആ ക്ലിക്ക് ഒന്നിടാ, ക്ലിക്ക്. ഓക്കെ, 3, 4. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, വലിയല്ലേ? ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കന്നിവെയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു. മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തള്ളി തേടി നടന്നൊരു ജപസന്ധ്യേ. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കേട്ടോ, ഞാനിപ്പോ പാടുമ്പം അതിന്റെ ഒരു ടൈം ഡിഫറൻസ് കണ്ടു, കുറച്ച് ഡിലേ വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോക്കുക. പിന്നെ 2-3 സ്ഥലത്തൊക്കെ ഇത്തിരി പ്രശ്നങ്ങളുണ്ടായി. ഇതാണ് മെയിനായിട്ട് എനിക്ക് തോന്നിയ ഒരു പ്രോബ്ലം. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെടും, അതിൻ്റെ വികാരം നഷ്ടപ്പെടും. അത് നോക്കിക്കൊള്ളുക. നല്ല ശബ്ദമാണ്, നല്ല ബ്യൂട്ടിഫുൾ വോയിസാണ്, പാടാനും ഒക്കെ കഴിവുണ്ട്, നന്നായിട്ട് പാടിയിട്ടുമുണ്ട്. പക്ഷേ ഈ കറക്റ്റ് ടൈമിങ്ങിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സുഖമൊന്ന് വേറെ. ഇപ്പം നമ്മൾ ചിലപ്പോൾ സിനിമയിൽ പാടാൻ ചെല്ലുമ്പോഴത്തേക്ക് പാടുമ്പോഴത്തേക്ക് എന്നെ ഏറ്റവും കൊന്നിരിക്കുന്ന രാജാ സാറാണ്. ഒരു രക്ഷയില്ല. കാരണം കൃത്യം ടൈമിങ്ങിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വൺമോർ ടേക്കെടുത്ത് എൻ്റെ പിണ്ടളവും. കാരണം വേറൊന്നുമല്ല, അത് അവിടെ നിന്നൊക്കെയുള്ള ക്ലാസ്സാണ് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോയത്. കാരണം ഇതുപോലത്തെ മാസ്റ്റേഴ്സിൻ്റെ ക്ലാസ്സിലാണ് ഞങ്ങളൊക്കെ വളർന്നു വന്നത്. ആരായാലും ഇപ്പോൾ ജോൺസേട്ടനായാലും ആരായാലും അദ്ദേഹം ഇടുന്ന ഒരു ക്ലിക്കിനകത്തുനിന്ന് 1 ഇഞ്ച് മാറിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഉടനെ കട്ട് പറയും. പിന്നെ അവിടെ ഇരിക്കുന്ന മ്യൂസീഷ്യൻസ് എല്ലാം കൂടെ അയ്യോ ഇവനൊന്ന് നന്നായിട്ട് പാടിയിട്ട് പോക്കൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു പാട്ട് കമ്പോസ് ചെയ്ത് അതിൻ്റെ താളം കൃത്യമായിട്ട് നമ്മൾ തിരിച്ച് പാടുമ്പോഴും അതുപോലെ തന്നെ പാടണം. ഓക്കെ, നന്നായിട്ട് പാടി. ബട്ട് ദീസ് ആർ ഓൾ ദ പ്രോബ്ലംസ് വിച്ച് ഐ സോ. ഗുഡ് ലക്ക്. നല്ല ഫീൽ ഉണ്ടായിരുന്നു ശിവനന്ദ. പിന്നെ എനിക്കും എക്സാക്ട് സെയിം
കാര്യങ്ങളാണ് ഫീൽ ചെയ്തത്. എസ്പെഷ്യലി കാൽപ്പാടുകൾ, അതങ്ങ് വല്ലാതെ അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഒറിജിനൽ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയില്ല എന്തായാലും. കാൽപ്പാടുകളും അങ്ങനെ അങ്ങ് പോയി, അങ്ങ് അറ്റം വരെ പോയി കാൽപ്പാട്. അത്രയും കാൽപ്പാടിൻ്റെ ആവശ്യമില്ല. അപ്പം അതൊന്ന് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് കൺട്രോൾ ചെയ്യണം ശിവനന്ദ. എസ്പെഷ്യലി ഇപ്പം ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു, അത് ഒറ്റ ബ്രെത്തിൽ വരണം. അതാണ് അതിൻ്റെ ബ്യൂട്ടി. അത് ഒരു സെൻറ്റൻസ് ആണ്, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. അപ്പോൾ ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു എന്ന് പറയുമ്പം ബ്രേക്കായി, അതിൻ്റെ ആ ഒരു ഭംഗി പോയി. അതുപോലെ ഒരുപാട് ഭാഗങ്ങളിൽ അങ്ങനെ ബ്രെത്ത് ഈ പാട്ടിൻ്റെ ഡൈനാമിക്സിനെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ശിവനന്ദയുടെ വോയിസ് ഭയങ്കര രസമുണ്ട്. ഫീൽ കൊടുക്കേണ്ടടുത്തൊക്കെ കുറേ ഭാഗത്തൊക്കെ നല്ല ഫീലും കൊടുത്തിട്ടുണ്ട്. എന്ത് ടീമാണ് ഇത്? നല്ലത് പറയുമ്പോൾ കൈയടിക്കുന്നൊന്നും ഇല്ലല്ലോ. അവരുടെ ടീമിന് അകത്ത് തന്നെ ഉണ്ട് കുത്തിത്തിരിപ്പ്. അപ്പം ഈ ടൈമിങ് അത് ഇങ്ങനെ ഓഫ്കോഴ്സ് പിന്നെ രണ്ട് സൈഡിൽ നിന്നും ഓർക്കസ്ട്ര വൈസ് ടൈമിംഗ് തരുന്നുണ്ട്. പക്ഷെ അത് കൂടാതെ നമ്മുടെ മൈൻഡിലും ഒരൈറ്റം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. ബ്രെത്ത് എടുക്കേണ്ട സ്ഥലങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സ്പെഷ്യലി ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു എന്ന് പറയുന്നതൊക്കെ കട്ട് ചെയ്യുമ്പോഴേ നമുക്കാണ് അതിൻ്റെ ഒരു വിഷമം. കുറേ ഭാഗങ്ങൾ ഇങ്ങനെ വലിഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ശരത് സാർ. ശിവനന്ദ, ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നോ അണ്ണൻ്റെ അടുത്ത്? പറഞ്ഞില്ല. പറയൂ. മൂവി മാടമ്പി. സോങ് എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി സാർ. സംഗീതം ചെയ്തിരിക്കുന്നത് എം ജയചന്ദ്രൻ സാർ. പാടിയിരിക്കുന്നത് യേശുദാസ് സാറും അതുപോലെ തന്നെ ഫീമെയിൽ വേർഷൻ ശ്വേത മോഹൻ ചേച്ചി പാടിയിട്ടുണ്ട്. ഉഗ്രം പാട്ട്. ഇത് ഏത് കേട്ടിട്ടാ പഠിച്ചത്? ദാസേട്ടൻ്റെ ആണോ ശ്വേതയുടെ? സാർ പാടിയിട്ടുള്ള. അസാധ്യ പാട്ട്. എനിക്ക് കുറേ ഇഷ്ടമുള്ള ഒരു പാട്ട്. എനിക്കിതിൽ ഞാൻ എപ്പോഴും മനസ്സിൽ ഇപ്പോഴും എന്താ പറയണ്ടേ, അതൊരു സന്തോഷം ഒരു സൈഡിലുണ്ടെങ്കിലും ഒരു കൂടുതൽ വിഷമിച്ചിട്ടുള്ള ഒരു സംഭവം ഈ പാട്ടുമായിട്ടുണ്ട്. എനിക്ക് ബന്ധമുണ്ട്. അറിയാമോ? ഇല്ലേ സാർ? നന്നായി പറയാം. ഫിലിം ഫെയർ അവാർഡ് അപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ അത് അവിടെ പോയി ഇരിക്കുമ്പോഴല്ലേ അറിയത്തുള്ളൂ ആർക്കാ ഏതാന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്നെ വിളിച്ച് ഞാൻ പോയി. ഫിലിം ഫെയർ അവാർഡ് ഈ സിനിമാക്കാരുടെ ഇടയ്ക്ക് വളരെ വാല്യൂ ഉള്ള ഒരു അവാർഡ് ആയതുകൊണ്ട് പോയി. അപ്പോൾ അതിൽ ഈ നോമിനേഷൻസ് എന്ന് പറഞ്ഞ് ഈ ഓസ്കാർ ഇതിൽ അതുപോലെ ഈ 5 പാട്ടുകൾ പ്ലേ ചെയ്ത്. അപ്പം അതിൽ അമ്മ മഴക്കാറുണ്ട്, അത് കഴിഞ്ഞ് വേറെ 3 പാട്ടും കൂടെ വന്നു. പിന്നെ എൻ്റെ പാലപ്പൂ ഇതളിൽ വെണ്ണിലാപ്പുഴയിൽ എന്നുള്ള എൻ്റെ പാട്ട് തിരക്കഥയിൽ അതും വന്നു. എന്നിട്ട് ഈ അനൗൺസ് ചെയ്ത് അവാർഡ് ഗോസ് ടു ശരത് ഫോർ പാലപ്പൂ ഇതളിൽ. സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമായിപ്പോയി. കാര്യം ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. നോമിനേഷനിൽ കേൾക്കുമ്പം തന്നെ അസാധ്യമായിരുന്നു കുട്ടൻ്റെ പാട്ട്. അപ്പോൾ പാലപ്പൂ ഇതളിൽ എന്നുള്ള പാട്ട് ആള് ഹിറ്റായിരുന്നു. നമ്മൾ അതല്ലല്ലോ ഞാൻ നോക്കുന്നത്. എനിക്കൊരു മനസാക്ഷി എന്ന ഒരു സാധനമില്ലേ. അപ്പോൾ എനിക്കത് വെച്ചിട്ട് ഒരു അവാർഡ് കിട്ടിയെങ്കിൽ ആ കുട്ടന് കിട്ടേണ്ടതായിരുന്നല്ലോ എന്നുള്ളൊരു അത് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുമുണ്ട്. കാര്യം എനിക്കത് പാലപ്പൂ ഇതളിൽ പാട്ട് ഞാൻ ചെയ്താണ് എനിക്കിഷ്ടമാണ്. പക്ഷെ അതിനോട് വലിയ അമിതമായിട്ടുള്ള പ്രേമമൊന്നുമില്ല. പക്ഷെ കുട്ടൻ്റെ പാട്ടിന് ആ ഫിലിം ഫെയർ അവാർഡ് കിട്ടേണ്ടതായിരുന്നു. അതാണ് എൻ്റെ ഒരു വിഷമം കേട്ടോ. അതെനിക്ക് കിട്ടിപ്പോയി. അതൊക്കെ ഒരു ഭാഗ്യമെന്ന് വിചാരിച്ചാൽ മതി, അത്രേ ഉള്ളൂ. എന്തെങ്കിലും കുട്ടൻ്റെ പാട്ട് ഉഗ്രമാണ്. വേറെ അതിലൊരു പ്രധാനമായിട്ടുള്ള കുഴപ്പം ശബ്ദത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചെറുതായിട്ട്. നന്നായി. എല്ലാം അനുഗ്രഹമാണ്. അത് അങ്ങനെ വിചാരിച്ചാൽ മതി. എനിക്ക് ചില ക്ലാരിറ്റി കുറവ്. ഇപ്പോൾ അമ്മ മഴക്കാറിന് കണ്ണിറഞ്ഞു എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് നിർത്തുന്നത്? അവിടെ പാടിക്കോ. കണ്ണീറഞ്ഞു അത് പാടിയാൽ മതി. കണ്ണിറഞ്ഞു പാടിയാൽ മതി. ആ ഗ്ലൈഡ് ഇല്ലേ, അത് കേൾക്കുന്നതേ ഇല്ല. കണ്ണീറഞ്ഞു അങ്ങ് നിൽക്കുക അവിടെ. അതിൻ്റെ ഒരു ബ്യൂട്ടി അല്ലേ അത്. പിന്നെ അണ്ണൻ പറഞ്ഞ പോലെ ശ്രുതി അത് കുറച്ച് ഗ്ലെയറിംഗ് ആയിട്ട് തോന്നിയതാണ് കന്നിവയിൽ പാടം. ഈ മണൽ മായ്ക്കുമീ ആ നോട്ട് കുറേ കൂടെ കേൾക്കണം ഇവിടെ. അല്ലെങ്കിൽ അതിനൊരു സുഖമൊന്ന് കേൾപ്പിച്ച് പാടാമോ? മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധ്യേ
ആ ജപസന്ധ്യക്കൊക്കെ ഒരു സുഖം. ജപസന്ധ്യേ ജപസന്ധ്യേ മോളെ അതിൻ്റെ ആ ട്യൂണിൻ്റെ ഒരു സുഖം ഉൾക്കൊണ്ട് പാട്. നീ ജപസന്ധ്യേ ധേ അമ്മ മഴക്കാറിനു, ഉള്ളിൽ നിന്ന് ആ ഫീല് വരണ്ടേ. ഇത് പിന്നെ ഒരു കാര്യം കൊണ്ട് ഓർക്കുക, ഗിരീഷ് പുത്തഞ്ചേരി ഈ അണ്ണാച്ചി നമ്മളെ വിട്ടു പോയപ്പോൾ അതിൻ്റെ 1-ാം വർഷത്തിന് നമ്മളെല്ലാം അവിടെ പോയപ്പോൾ ദാസേട്ടൻ ഈ പാട്ടാണ് സ്റ്റേജിൽ പാടിയത്. ഒറിജിനലിനേക്കാളും നന്നായിട്ട് ഞങ്ങൾ വിചാരിച്ച് ഇത് ദാസേട്ടൻ പാടുകയാണോ അത് ഈ പാട്ട് അവിടെ പ്ലേ ചെയ്തിട്ട് വിഷ്വൽ ഇട്ടേക്കാണോ എന്ന്, അങ്ങനെ വരെ തോന്നി. ആസ്വാദ്യമായിട്ട് പാടി. അത് അദ്ദേഹത്തിനെ കൂടെ പറ്റത്തുള്ളൂ, അത് വേറെ കാര്യം. ബാക്കിയൊക്കെ നല്ലതായിരുന്നു. ഈ തൊണ്ട അടപ്പുകൊണ്ട് ആ മുകളിലുള്ള പോർഷൻസൊക്കെ എനിക്കൊരു അത്രയ്ക്കൊരു കുറേയും കൂടെ നന്നായിട്ട് പാടുന്നതല്ലേ ശിവനന്ദ. പക്ഷെ നന്നായിട്ട് പാടി കേട്ടോ ശിവനന്ദ. ഇതിപ്പം പറയുന്ന കുറേയും കൂടെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ പെർഫോമൻസും നല്ല തെറിപ്പൻ പെർഫോമൻസുകളായിരിക്കണം, അതുകൊണ്ടാണ്. അല്ലാതെ ഇപ്പോൾ ഇത് പാടിയത് ബോറെന്നല്ല. ഇതൊക്കെ കൂടെ കുറച്ചും കൂടെ കറക്റ്റ് ചെയ്താൽ ബ്യൂട്ടിഫുൾ ആവുമല്ലോ എന്നുള്ളത്. നമ്മൾ ഇത്രയും പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇത്രയും സ്ട്രെയിൻ ഇല്ലല്ലോ ഞങ്ങൾക്കെന്നുള്ള, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. വോയിസ് ഒക്കെ നോക്കിക്കൊള്ളുക. എന്നൊക്കെയാലും കുട്ടൻ്റെ ഈ പാട്ട് അതിമനോഹരമായിട്ടുള്ള പാട്ട് എടുത്തുകൊണ്ട് വന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ക്യാപ്റ്റൻ ശിവനന്ദ. ശിവനന്ദ നല്ല പാട്ട് സെലക്ഷൻ മോളെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കും വളരെയധികം എൻ്റെ ഫേവററ്റ് ലിസ്റ്റിലുള്ള പാട്ടിലൊന്നാണ് ഈ പാട്ട്. അത് മോൾക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് മോളുടെ രീതിയിലുള്ള ഒരു ഫീല് അതിങ്ങനെ, അതാണ് MG സർ പറഞ്ഞ നേരത്തെ നമ്മൾ അൺപ്ലഗ്ഡും അങ്ങനത്തെ രീതിയിലൊക്കെ പാടുമ്പോൾ ഇതിങ്ങനെ വലിച്ചു നീട്ടിയൊക്കെ പാടാം. പക്ഷെ ഒരു പ്രോപ്പർ ഒരു ഗ്രൂവിനകത്ത് വരുമ്പോഴത്തേക്ക് അതിന് അതിൻ്റെതായ അളവിൽ പാടണം. സ്പെഷ്യലി സിനിമയിൽ ഇതൊരാൾ അഭിനയിക്കല്ലേ, അപ്പം ലിപ്പ് കൊടുക്കുമ്പോഴും അവർക്കത് എളുപ്പത്തിൽ അത് പാടാനും പറ്റണം. അപ്പം ഇഷ്ടം പോലെ തോന്നിയെടുത്ത് നമ്മളിങ്ങനെ അതിന് ആ വരികളിങ്ങനെ വലിച്ച് പാടുമ്പോഴത്തേക്ക് അത് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും അത്. അപ്പോൾ നമുക്ക് കേൾക്കാനും അതിൻ്റെ ഗ്രൂവിൽ തന്നെ പാടുന്നതാണ്. എനിക്ക് ഇപ്പം കുട്ടൻ ചേട്ടൻ്റെ പാട്ട് പാടാൻ പോകുമ്പോഴെപ്പോഴും അദ്ദേഹം പറയുന്ന ഒരു കാര്യങ്ങളിലൊന്നാണ് ആ ഗ്രൂവിൽ തന്നെ കൃത്യമായിട്ട് വീഴണം. മോള് പാടിയാൽ ഇപ്പം MG സർ പറഞ്ഞ പോയിന്റ് വളരെ വാലിഡാണ്. അതിൽ എല്ലാം തള്ളിയെടുക്കുകയാണ് മോൾ. എല്ലാ പല വാക്കുകളും ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു, ഇത്രയും നിൽക്കണം സസ്റ്റെയിൻ. ഇതൊക്കെ ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു, അതെല്ലാം ഒരു തള്ളിയിട്ടാണ് പാടുന്നത്. അപ്പോൾ ആ ബീറ്റിൽ തന്നെ അത് പാടാനുള്ളൊരു ശ്രമം നടത്തണം. പിന്നെ ആ ഒരു ലൈൻ എക്സ്ട്രാ കാൽപ്പാടുകൾ അത് വല്ലാണ്ട് നീണ്ടുപോയിരുന്നു. അപ്പം ഞാനും ആലോചിച്ച് എന്ത് പറ്റിയ അവിടെ. അപ്പം അങ്ങനെ നീട്ടുമ്പോഴത്തേക്ക് അടുത്ത ലൈനിൽ ശ്വാസം പോവും. അപ്പം മോള് കുറച്ചുകൂടി അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ശരിയാക്കി എടുക്കണം. അല്ലാതെ മനോഹരമായ ഒരു സോങ് സെലക്ഷൻ നന്നായിട്ട് തന്നെ പാടി. ശിവനന്ദയുടെ ഒരു രീതി ഇപ്പോൾ ഈ വോയിസ് സ്ട്രെയിനൊക്കെ വെച്ച് വയ്യായികയൊക്കെ വെച്ചുകൊണ്ട് ഇത്രയും പാടിയില്ലേ, ഭംഗിയായിട്ട് തന്നെ പാടി. നല്ല സുന്ദരിയായിട്ടുണ്ട് കാണാൻ, നല്ല നല്ല ഇൻവോൾവ് ചെയ്തു. പക്ഷെ നമ്മൾ ഈ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ദാസേട്ടൻ്റെ ശബ്ദത്തിൽ നമ്മൾ കേട്ട് എപ്പോഴും ആ ശബ്ദമാണ് മനസ്സിൽ വരുന്നത്. അപ്പോൾ അതിനോട് മാച്ച് ചെയ്യുക എന്ന് പറയുന്നത് ആർക്കും പറ്റാത്തൊരു കാര്യമാണ്. അദ്ദേഹത്തെ പോലെ അദ്ദേഹം മാത്രമേ ഉള്ളൂ. പക്ഷേ മോളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് സ്ട്രിക്റ്റ് ടെമ്പോയിൽ തന്നെ പാടാനുള്ളൊരു ശ്രമം നടത്തണം. ഓക്കെ, അതർവൈസ് നൈസ്. നമ്മുടെ സൂപ്പർ ഓർക്കസ്ട്ര സൂപ്പറായിരുന്നു, ഉഗ്രൻ, പറയാതിരിക്കാൻ വയ്യ, ഫാന്റാസ്റ്റിക്. മോളെ താങ്ക് യു ഫോർ ദിസ് ലവ്ലി സോങ്. ഇനി നന്നാവട്ടെ. ഓക്കെ, താങ്ക് യു ചേച്ചി. ഓക്കെ, ചോദിക്കാം 8.7. താങ്ക് യു സർ. ശരത് സർ. ശിവനന്ദ 8.7 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക. ശിവനന്ദ സർ. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 17.4. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Welcome back to Amrit Veni Live Kids Superstar Senior, powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. Judges, യെസ്, അങ്ങനെ മൈ മാസ്റ്റേഴ്സ് റൗണ്ടിലും 2 ടീമും പെർഫോം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മള് ആദ്യം 3 റൗണ്ട്സും പെർഫോമൻസ് കഴിഞ്ഞു, വീണ്ടും നമ്മളത് റിപ്പീറ്റ് ചെയ്തു. അപ്പൊ ഇനി എന്താണ്?
ടോട്ടൽ സ്കോർ നമുക്ക് അറിയണ്ടേ? പിന്നെ ഈ 3 റൗണ്ട്സും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആരാണ് ടോപ്പ് നിൽക്കുന്നതെന്ന് നമ്മളിപ്പോ അറിയാൻ പോവാണ്. ഓക്കെ, യെസ്, മിസ്റ്റേക്ക് രാഗാസ് ആണോ മാജിക് ബീറ്റ്സ് ആണോ എന്ന് അറിയാൻ പോവാം. മിസ്റ്റേക്ക് രാഗാസ് 140.8 മാർക്സ്. വെരി ഗുഡ്. യെസ്, സൂപ്പർ. അതുപോലെ മാജിക് ബീറ്റ്സ് 162.4. സൂപ്പർ. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ പറയാം, റിപ്പീറ്റ് ചെയ്ത റൗണ്ട്സ് കഴിഞ്ഞു. നമുക്ക് കുറച്ച് സമയം കൂടെ ബാക്കിയുണ്ട്, എപ്പിസോഡ് തീരണ്ടേ. അതിലും വലിയ ഐറ്റം ഉണ്ട്. ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് തോന്നിയത് മാജിക് ബീറ്റ്സ് അല്ലേ ജയിച്ചത് ഇപ്പൊ. അതെ, മാജിക് ബീറ്റ്സിലുള്ള ഒരാള് നല്ലോണം മൃദംഗം വായിക്കും. അപ്പൊ ആ ബീറ്റ്സിനൊത്ത് നമ്മുടെ ശരത് സാറും MG സാറും ഒന്ന് ഒരു പാട്ട് പാടിയാൽ നന്നായിരിക്കും. ഒരു രസം. അത് ഗുഡ് ഐഡിയ. കുറെ നാളായി നമ്മളെ പറ്റിക്കുന്നു സഞ്ജയ്. അപ്പൊ എന്തായാലും നമുക്ക് അവരുടെ എക്സ്ട്രാ ടാലൻസും കൂടെ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. ഓക്കെ, അത് തെളിയിക്കാനുള്ള ഒരു സമയമായി. അതെ, അപ്പൊ ആ സ്പെഷ്യൽ പെർഫോമൻസ് നമുക്ക് കാണാം. സഞ്ജയ് വെൽക്കം. ഗണപതിം ഭജേഹം വാതാപി 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 ഗണപതിം ഭജേഹം വാരണാസ്യം വാരണാസ്യം വരപ്രദം ശ്രീവാരണാസ്യം വരപ്രദം ശ്രീവാരണാസ്യം വരപ്രദം ശ്രീവാരണാസ്യം വരപ്രദം ശ്രീവാരണാപി ഗണപതിം ഭജേഹം. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. MG സാർ, ശരത് സാർ, താങ്ക് യു. താങ്ക് യു. രണ്ടുപേരും കലക്കി, 3 പേരും കലക്കി. സഞ്ജയ് സൂപ്പർ ആയിരുന്നടാ, അടിപൊളിയായിരുന്നു. പിന്നെ സൂപ്പർ. അപ്പൊ ഇത്രയും നാള് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ച് അല്ലേ, കൊതിപ്പിച്ചു നമ്മളെ. അവൻ ഞെട്ടിച്ചു. അതെ, സൂപ്പർ ആയിരുന്നു. പിന്നെ ഒപ്പം നമ്മുടെ MG സാറും ശരത് സാറും കൂടെ ജോയിൻ ചെയ്തപ്പോ അതങ്ങ് സൂപ്പർ ആയി. ഒരു രക്ഷയില്ലായിരുന്നു. മിസ്റ്റേക്ക് രാഗാസ്, ഇനി നമുക്ക് ആ സൈഡിൽ നിന്നും വേണം. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതസലായി. പക്ഷെ നമ്മുടെ ടീമിലും ഉണ്ട് എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉള്ള. ഓ, അതെന്താണ് ഒരു ആക്ടിവിറ്റി പറയാമോ? അത് സർപ്രൈസ് ആണെന്നാണ് സാർ പറയുന്നത്. അത് ഒന്നും ഇല്ലാത്തപ്പോ അങ്ങനെ പറയാം. വെയിറ്റ് ആൻഡ് സീ. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുള്ളൂ. അതെന്താണ് അത് പറഞ്ഞത്? വെയിറ്റ് ആൻഡ് സീ. അതിന്റെ അർത്ഥം എന്താ? ബ്രേക്ക് ഡാൻസ് അവിടെ നിക്ക്, ഞങ്ങൾ കാണിച്ചു തരാം. സഞ്ജയ് നന്നായിട്ട് പ്ലേ ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല ഒഴുക്ക്. അതെ, ആഗ്രഹിച്ചൊരു സംഭവമായിരുന്നു ഇത്. മക്കളെ, നമുക്കൊരു ദിവസമേ നമുക്കൊരു എപ്പിസോഡിൽ വാതാപി ഞാനും അണ്ണാച്ചിയും കൂടെ പാടി സ്വരങ്ങളൊക്കെ പാടി
മോൻ ഇവിടെ നിന്ന് വായിച്ച് നമുക്ക് എന്നെ വൃത്തിയായിട്ട് ഒന്നുകൂടെ ഇടാം. സൂപ്പർ സൂപ്പർ. അപ്പൊ അതും വെയിറ്റ് ആൻഡ് സീന്നല്ലേ? അതെ അതിന് വെയിറ്റ് പ്രേക്ഷകരെ ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രമാണ്. അതെ. ഇപ്പൊ നമ്മൾ കുറെ സ്വരമൊക്കെ പാടി നമുക്ക് അതങ്ങനെ കലക്കാം. ഓക്കെ സഞ്ജയ്, ഓൾ ദി ബെസ്റ്റ്.